الله وبركاته. الحمد لله الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, സൂറത്തുൽ ഫാത്തിഹ തിക്കറ്റങ്ങ് മനസ്സിലാക്കി വന്നുള്ളത്. അതിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊല്ലുള്ള ആയത്തെ തിക്കറിനങ്ങ് മനസ്സിലാക്കിയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ചൊന്നതാവട്ടെ, അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും എല്ലാ ഹംദും ലില്ലാഹി അല്ലാഹുവിലേതിക്കർ. എങ്ങനത്തെ റബ്ബിൽ ആലമീൻ, ആലമീന്റെ ലോകത്തിൽ എല്ലാ ലോകം സർവലോക ചൊന്തുല്ലെ രൂപത്തിൽ എല്ലാ ലോകത്തും റബ്ബൈത്തുല്ലെ അള്ളാഹു ഗൈതിക്കർ എല്ലാ ഹംദും ചൊത്തുള്ളത്. അവിടെ പ്രത്യേകമായിട്ടും ഉലമാക്കന്മാർ അടിപ്പാട്ടി ഒരു വിഷയം കൂടിയുണ്ട്. ഹംദും മദ്ഹ് ചൊത്തുള്ളത് രണ്ടിലും അക്ഷരം മൂന്നേ, രണ്ടിലും അക്ഷരം ഒരേപോലെ എത്തിക്കണം. അപ്പുറം ഇപ്പുറത്ത് മാത്രം. മദ്ഹ് മീം ദാൽ ഹ, ഹംദ് അവിടെ ഉള്ളത് ഹ മീം ദാൽ, മൂന്നേ അക്ഷരം. അല്ലെങ്കിൽ അതൊരു രണ്ട് വ്യത്യാസം മാത്രം ഉലമാക്കന്മാർ പല രൂപത്തിൽ അരിപ്പാട്ടിയത് കാണാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു ചിലർ കാണാം വസ്ഫുൽ മഹ്മൂദി ബിൽ കമാലി മഅൽ മഹബ്ബത്തി വത്തഅലീം. വസ്ഫുൽ മഹ്മൂദ്, സ്തുതിക്കപ്പെട്ട ആളെ വിശേഷിപ്പിക്കറ ബിൽ കമാൽ, പരിപൂർണത്തിൽ പരിപൂർണത്ത് ഉണ്ടു ചൊത്തുനങ്ങ വിശേഷിപ്പിക്കറേ. അത് എങ്ങനാവണു? മഅൽ മഹബ്ബ, പിർസത്തോടു കൂടി, ഹുബ്ബോടു കൂടിയും, വത്തഅലീം, മഹത്വപ്പെടുത്തുകൊണ്ടും പിർസത്തോടു കൂടി നങ്ങ ആരെ ഇത്തിക്കർ സ്തുതിക്കറേ. അതായത് അള്ളാഹുരെ, അള്ളാഹു പരിപൂർണ ഇത്തിക്ര ചൊത്തുള്ള അർത്ഥത്തിൽ നങ്ങ അള്ളാഹുരെ വിശേഷിപ്പിക്കറേ. ഇത്തിക്കർ അൽഹംദ് കൊണ്ട് ഉദ്ദേശിക്കറേ. ഇതില് പ്രത്യേകമായിട്ടും ചൊല്ലത് കാണാം. അവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കില്ല ആ കമാലിയത്ത് ചൊല്ലുക. അൽ കമാലു ദാതിയി വൽ വസ്ഫിഹി വൽ ഫിഅലിഹി ഫഹുവ കാമിലുൻ ഫീ ദാതിഹി വസിഫാതിഹി വഅഫ്ആലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതിലുള്ള പരിപൂർണ്ണനെ ഇത്തിക്ര ചൊല്ലുമ്പോൾ അല്ലാഹുവിന്റെ ദാത്ത്, സത്ത് ചൊല്ലുന്ന അർത്ഥത്തിൽ ദാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണനെ ഇത്തിക്ര. അതേപോലെ അല്ലാഹുവിന്റെ വസ്ഫുൽ, വിശേഷണത്തിലും അല്ലാഹു പരിപൂർണ്ണനെ ഇത്തിക്ര. വൽ ഫിഅലി, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണനെ ഇത്തിക്ര. എന്നിട്ട് അടുത്ത് അപ്പം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു ചൊല്ലി കാണാം വലാ ബുദ്ദ മിൻ ഖൈദിൻ, അയങ്ങ ഒരു ഖൈദ് വെക്കും. എന്താ ഇത്തിക്கிறது? വഹുവ അൽ മഹബ്ബത്തു വത്തഅലീം, മഹബ്ബത്തും പിർസും അതേപോലെ മഹത്വപ്പെടുത്തൽ. ഇത് അവിടെ ഒരു എന്താക്കണം, ഒരു റെസ്ട്രിക്ഷൻ, ഒരു കണ്ടീഷൻ പോലെ ആക്കി ഇങ്ങനെ വെക്കോണ്ടാകാം. മഹബ്ബത്തും പിർസും തഅലീം ഇതിനെ ഒട്ടിക്കെ ചൊല്ലണം. അത് എന്തൊക്കെ ചൊല്ലു ഷേഖ് ചൊല്ലി കാണാം. ഖാല അഹ്ലുൽ ഇൽം, ഉലമാക്കന്മാരിൽപ്പെട്ട പല പണ്ഡിതന്മാർ ചൊന്നാർ ലി അന്ന മുജറദ വസ്ഫിഹി ബിൽ കമാൽ, പരിപൂർണത ഉണ്ടു ചൊത്ത് വിശേഷിപ്പിച്ചെങ്കിൽ മാത്രം, അത് മാത്രം വെച്ചെന്തായെങ്കിൽ അള്ളാഹുരെ പിർസം, അള്ളാഹുരെ മഹത്വപ്പെടുത്തിയത് അള്ളാഹ് തോർത്ത ഹംദ് ചൊല്ല. ആ ഹംദാവട്ടു പരിപൂർണത്തെ ഇതിക്കോ ആഗ്രഹിക്കരേ. അയങ്ങ അതിൽ പിർസും മഹത്വപ്പെടുത്തൽ ഇല്ലാത്തായെങ്കിൽ ബിദൂനി മഹബ്ബത്തിൻ വലാ തഅലീമിൻ, പിർസും അതേപോലെ മഹത്വപ്പെടുത്തൽ ഇല്ലാത്തായെങ്കിൽ ലാ യുസമ്മ ഹംദൻ, അത് ഹംദ് ചൊല്ലില്ല. അതേ ഒർത്ത ഹംദ് ചൊന്ന, അതൊരു ഒന്നുകൂടി ഷോർട്ടാക്കി ചൊല്ലുമ്പോ ഒർത്ത ഹംദ് ചൊന്ന അവന്റെ മനസ്സിൽ പിർസമാ അള്ളാഹുര ഒരു മഹത്വമാ എന്ത് ബണ്ടില്ലാത്തായെങ്കിൽ അതൊക്കെ ഹംദ് ചൊല്ലില്ല. അപ്പൊ ഹംദ് എങ്ങനെ ചൊല്ലണം മനസ്സിലാക്കും. ഹംദ് ചൊല്ലുന്ന സന്ദർഭത്തിൽ അൽഹംദുലില്ലാ ചൊല്ലുമ്പോക്ക് അള്ളാഹുര മേൽ പിർസ കൂടി പറഞ്ഞു. മജൂറിലല്ല, ആർക്ക് വേണ്ടിത്തല്ല, നക്കൊരു പിർസ ഉണ്ടാവും. എക്സ്ട്രാ മഹബത്ത് അള്ളാഹുരൊട്ടിക ജണ്ട അള്ളാഹുര സ്ഥാനത്തറിഞ്ഞിട്ട് മഹത്വപ്പെടുത്തോണ്ട് റബ്ബുരെ. ഇത്ര വലിയ ഇത്തിക്രാന്റെ റബ്ബു ചൊല്ലുന്നത്. ആ മഹത്വപ്പെടുത്തോളും പിർസത്തോടു കൂടി ചൊല്ലുമ്പോൾ ഇത്തിക്கிறது ഹംദാവുരെ. അല്ലാത്തെങ്കിൽ എന്താവരെ ഹംദാവില്ല. കാരണം ഇന്നമാ യുസമ്മ മദ്ഹൻ, അത് ഇല്ലാത്തായെങ്കിൽ മഹബ്ബത്തും തഅലീമും ഇല്ലാത്തായെങ്കിൽ, പിർസും മഹത്വപ്പെടുത്തൽ ഇല്ലാത്തായെങ്കിൽ അതിനെ ചൊല്ലുற പേരെ ഇത്തിക്ര മദ്ഹൻ, മദ്ഹ് ചൊല്ലുറേ. അതുക്ക് ഹംദ് ചൊല്ലില്ല, മദ്ഹാക്കര ചൊല്ലില്ലേ, അത് ഇത്തിക്ര ചൊല്ലുക. എന്നിട്ട് വലിഹാദ യഖഉ മിൻ ഇൻസാനിൻ, ചില ആൾമാരെല്ലാം സംഭവിക്കുന്നത് ലാ യുഹിബ്ബുൽ മംദൂഹ, ആരെ ഇത്തിക്കറങ്ങ സ്തുതിക്കരെ അല്ലെങ്കിൽ ഹംദാക്കരെ അങ്ങനെ പേരിൽ ഒരു പ്രത്യേകമായി പിരിസിക്കല്ല. വെറുതെ ഇങ്ങനെ ആൾമാരെ പോതരെ
അങ്ങനെ ആൾമാർ ഇതൊരു പ്രശംസനാക്കര് അങ്ങനെ ഇക്കോ ലാകിന്നഹു യുരീദു അൻ യനാല മിൻഹു ഷൈഅൻ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും കൊതിക്കരയിത്തിക്കോ ചിലപ്പോൾ കാസ് ഇൻഫ്ലുവൻസ് എന്തെങ്കിലും ഇത്തിക്കോ തജിദു ബഅദു ശുഅറാ യഖിഫു അമാമൽ ഉമറാഇ ചില കവിമാർ പോയട്രി ചൊല്ലു കവിത ചൊല്ലുന്ന ആൾമാർ അങ്ങ് വലിയ വലിയ നേതാക്കന്മാരെ എതിർ നിൽക്കാർ എന്നിട്ട് പല വസ്ഫും അങ്ങനെ പല വിശേഷിപ്പിക്കാർ പല രൂപത്തിലും ലാ മഹബ്ബത ഫീഹിം അതിലൊരു മഹബത്തില്ല പെർസയില്ല എങ്ങനെ അങ്ങനെ ചിലപ്പോൾ പേടിച്ച് ദൈത്തിക്കും അത് ചൊല്ലിട്ട് കാണാൻ എന്തിനായിത്തിക്കറ് വലാകിൻ മഹബ്ബതൻ ഫിൽ മാലി അല്ലദി യുഅതൗനഹു ഔ ഖൗഫൻ മിൻഹും ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഷർ രൂപത്തിരിക്കും അതിനെ പേടിച്ച് തങ്ങളെ പോതിട്ട് എസ്കേപ്പ് ആവാൻ രക്ഷപ്പെടാൻ അല്ലാതെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടത് കാസ അല്ലെങ്കിൽ വേറെ ഇൻഫ്ലുവൻസ അതിന് വേണ്ടിട്ട് അപ്പൊ ഇത് എന്ത് ചൊല്ലില്ല ഹംദ് ചൊല്ലില്ല കാരണം ഒരു രൂപത്തിൽ ഹത്തായെങ്കിൽ പിരിസം വേണം അതിരട്ടി വേണം മഹത്വപ്പെടുത്തും അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹംദ് ചൊല്ലുമ്പോ ഇത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വെക്കും കാലി നാവുൽ പറഞ്ഞ മയ്യാവുള്ളത് അതുകൊണ്ട് ഈ തിക്ർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ നാളത്തെ ക്ലാസ്സിൽ അങ്ങ് മനസ്സിലാക്കിയത് ഈ തിക്ർ അല്ലാഹു തന്നെ നിഅമത്ത് ഏതുണ്ടാ ആ നിഅമത്ത് അഫ്ളലൈത്തുള്ളത് ഏത് ഈ തിക്ർ അൽഹംദുലില്ലാഹ് ചൊല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നറല്ലേ അൽഹംദുലില്ലാഹ് ചൊല്ലത് അത് ഇതിനെ കാട്ടി കിട്ടിയതിനെ കാട്ടി അഫ്ളലാവും റബ്ബ മഹബ്ബത്തും തഅലീം അതായത് ഈ അറബി ഭാഷ കറക്റ്റ് പഠിച്ചു വെക്കും മഹബ്ബത്ത് ചൊന്നെങ്കിൽ പിർസ അല്ലാഹു റൊട്ടികൾ പിർസ വേണം അതേപോലെ തഅലീം അല്ലാഹുവിനെ മഹത്വപ്പെടുത്തും ഇത് രണ്ടും ഒട്ടികൂടി തങ്ങ ചൊല്ല് അൽഹംദുലില്ലാഹ് ആ ചൊല്ലുള്ള ഈ തിക്ർ ഹംദ് ചൊല്ലേ അല്ലാഹ് തങ്ങ അത് ഹംദ് ചൊല്ലില്ല ചൊത്ത ഈ തിക്ർ ഉലമാക്കന്മാർ അരിപ്പാട്ടത് എന്നിട്ട് ഇബ്നു സൈമൻ റഹിമഹുല്ലാഹ് ചൊല്ല് കാണാം വലാകിൻ ഹംദുനാ ഞങ്ങളെ ഹംദാവട്ടുള്ളി റബ്ബിന ഞങ്ങളെ റബ്ബുകുല്ലേ ഞങ്ങളെ ഹംദ് എങ്ങനെ ചൊന്നെങ്കിൽ ഹംദു മഹബ്ബത്തിൻ വ തഅലീം മഹബ്ബത്തോട് കൂടിയും പിർസത്തോട് കൂടിയും അതേപോലെ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തി ദിക്റത് അപ്പൊ ഇത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിപൂർണതയെ ഞങ്ങൾ വിശേഷിപ്പിക്കും അല്ലാഹു പരിപൂർണനായി തിക്ര ചൊത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നത് തിക്ര മഅൽ മഹബ്ബ പിർസത്തോട് കൂടിയും അതേപോലെ തഅലീമോട് കൂടിയും ഇത് രണ്ട് പദമാണ് ചൊമ്മവട്ട എന്ത് ചൊന്നയുത്ത് നിങ്ങൾ മനസ്സിലാക്കും ചിന്തിക്കും ചൊമ്മവട്ട ഈ ചൊല്ലു ഈ സ്വബൈനാർവന്ത് മഹബ്ബത്തും തഅലീം എന്ത് ചൊല്ലരുത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞങ്ങൾ മനുഷ്യന്മാരെ എന്നെ തന്നെ താങ്ക്സ് ചൊല്ലാം ശുക്രാക്കണം അതും റബ്ബുകുല്ലതും ഒരേപോലെ തീർത്തീരാം മനുഷ്യന്മാർ റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തതിൽ നിന്ന് തൈതിക്കർ തന്നത് അതല്ലാന്ത് ഓണ് സ്വന്തമായിട്ട് അല്ലാഹു ഒരു പോലെ ഖാലിഖാക്കിയത് ഓണ് ഉണ്ടാക്കി കൊടുത്തതല്ല ഞങ്ങൾ എന്ത് കൊടുന്നെങ്കിൽ എന്ത് തന്നെങ്കിൽ തായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണയുടെ ഭാഗമായി തൈതിക്കർ ഞങ്ങൾ ഒരാൾക്ക് കൊടുക്കരുത് നക്ക് അല്ലാഹു തന്നത് അയെങ്കിൽ അല്ലാഹുകുല്ല ഹംദ് അതേപോലെ ആവുത്തീറ അല്ലാഹുവിനെ ഞങ്ങൾ ചൊല്ലുമ്പത്തേക്ക് പ്രത്യേകമായിട്ടും മനസ്സിലുള്ള ഒരു പിരിസവർ സാധാരണ കിക്കരുത് ആയെങ്കിൽ പ്രത്യേകമായിട്ടും മനസ്സിലാക്കണം അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിയിട്ടും ആ റബ്ബ് സുബ്ഹാനഹു വ തആല മേൽ പിരിസവർ ആ പിർസത്തോട് കൂടി ഞങ്ങൾ ചൊല്ലി ഇപ്പൊ സാധാരണ ഞങ്ങൾ ചില ആൾമാർ ഞങ്ങൾക്ക് എന്തേ തന്നെ തായെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു രണ്ട് രൂപത്തിൽ സാധാരണ ആൾമാർ ഇക്കാർ ഒന്നും അങ്ങ് തന്നേക്ക് എന്തോ അങ്ങനൊട്ടിക്ക് കാട്ടിക്കൂട്ടുള്ള രൂപത്തിലൊരു പിരിസപ്പാട് ആ ഒരു രൂപത്തിൽ പിരിസപ്പാട് ജണ്ണമത്തെ നക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയതായി തന്നല്ലേ മാഷാ അല്ലാഹ് ചുറ്റുള്ള രൂപത്തില് അതിലൊരു പ്രത്യേകമായിട്ടുള്ള പ്രതികരണം അപ്പൊ ഞങ്ങളെ റബ്ബ് തന്ന വിഷയത്തിൽ ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കണപ്പ കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല തർന്നു ചൊന്തു ഞങ്ങൾ പ്രത്യേകമായിട്ടും അല്ലാഹു റട്ടിക്ക് റിക്വസ്റ്റ് ആക്കിയതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് വേറൊന്നും നോക്കണ്ട തലര മുടിയിൽ പിടിച്ച് ഊർത്തോളം നോക്കിയ മൈത്ത് ഈ അയറപ്പെട്ട ഈ ചുമ്മപ്പെട്ട ഈ മെമ്പറിലും കൂടി ചൊന്നത് ഇത്തിക്കറാണ് എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മുടിയിൽ പിടിച്ച് കാളുടെ ഊർത്തോളിന്റെ നിഅമത്തിൽ ഒന്നും നെനപ്പാക്കിയ മയോ എത്ര സ്തുതിക്കണായിരിക്കും അപ്പൊ ദ്വാർക്കര സന്ദർഭത്തിൽ അങ്ങ് കുത്ത എല്ലാ വിഷയം ചൊന്നോന്തിങ്ങനെ അല്ലാഹു എന്ന കത്ത ഇത്ത ആ ചൊല്ലേക്ക് മുന്നോളൂ റബ്ബെ നിനക്ക് നല്ല തല തന്ന റബ്ബെ അൽഹംദുലില്ലാഹ് ബുദ്ധി തന്ന അല്ലാഹ് അൽഹംദുലില്ലാഹ് റബ്ബെ മാനസികമായിട്ടുള്ള അവസ്ഥയുള്ള ആൾമാരുള്ള അങ്ങനെ നീ അത് രക്ഷപ്പെടുത്തി നിനക്ക് ആ ബുദ്ധി ചൊന്തുള്ള തന്ന റബ്ബെ അൽഹംദുലില്ലാഹ് ഇത് കേട്ട് അത് കിട്ടിയതല്ല അല്ലാഹു ഗിഫ്റ്റ് ആയി തന്നു അപ്പൊ ആ ചൊല്ലുമ്പത്ത് പണ്ട ഒരു മഹബ്ബത്തിലെ ഒരു അൽഹംദുലില്ലാഹ് അതേ തിക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടായത് അതേ തിക്ർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടായത് അതേ തിക്ർ ഉലമാക്കന്മാർ ഞങ്ങൾക്ക് കൈപ്പാട്ടത് അപ്പൊ മഹബ്ബത്ത് ചൊന്തുള്ളത് ആ ഹംദ് ചൊന്തുള്ളത് മഹബ്ബത്തും അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വപ്പെടുത്തി അവണ് ചൊത്ത തിക്ർ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് എടുത്തെടുത്ത് ചൊല്ലത് അതേപോലെ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പ്രത്യേകമായി തരിപ്പാട്ട ഒരു ചർച്ച ഉണ്ട് അല്ലെ തഫ്സീറിൽ അതിൽ ചൊല്ലത് കാണാം അൽഹംദു വശുക്ർ ഫർഖ് ഉലമാക്കന്മാർ ചൊല്ലാൻ ഏത് തിക്ർ ഉത്തമം ശുക്ർ സാധാ ഒരു താങ്ക് യു എന്ന രൂപത്തിൽ അങ്ങ് ചൊല്ലില്ലേ ശുക്രാക്കര അതുവാ അൽഹംദുലില്ലാഹ് ചൊല്ലതാ
ഇതിൽ രണ്ടര വ്യത്യാസം ചൊല്ലുമ്പോൾ രണ്ട് ഉലമാക്കന്മാരെ ഖൗൽ കൊണ്ട് കാണാം. വഖാല ബഅദുൽ ഉലമ, ചില ഉലമാക്കന്മാർ ചൊന്നാർ ഇന്ന ശുക്ര അഅമ്മു മിനൽ ഹംദ്, ശുക്ർ ഹംദിനെ കാട്ടിയും യാറ അർത്ഥപൂർണ്ണമുള്ളതൈത്തിക്കർ, അർത്ഥവ്യാപ്തിയുള്ളതൈത്തിക്കറെന്ന്. ലിഅന്നഹു, കാരണം എന്ത് ചൊന്നെങ്കിൽ ശുക്ർ ചൊന്തല്ല ബിൽ ലിസാൻ, നാവ് കൊണ്ടുണ്ട്, നാവ് കൊണ്ട് ശുക്രാക്കറെ ഇതെല്ലാം ഖിറാത്ത് ഓതറെ, തസ്ബീഹ് ചൊല്ലറെ, ഇതെല്ലാം അല്ലാഹുവിന്റെ ശുക്ർ ಐತಿಕರೆ. രണ്ടാമത്തേത് ഒബിൽ ജവാരിഹ്, ശരീരത്തെ മുഖാന്തര, ഞങ്ങളെ തടിയുടെ മുഖാന്തര ഞങ്ങൾ പള്ളിക്ക് പണ്ടതും നിസ്കരിക്കുന്നതും ഇതെല്ലാം അല്ലാഹുവിന്റെ ശുക്ർ ಐತಿಕರೆ. അതേപോലെ ഖൽബ്, ഹൃദയ കൊണ്ടും ശുക്രാക്കറ, അതുകൊണ്ട് ശുക്ർ ಐತಿಕರೆ ಯಾರ സ്ഥാനമുള്ളത്. ആയങ്ക വേറെ ഉലമാക്കന്മാർ ചൊന്നാർ വഖീല അൽഹംദു അഅമ്മു ലിഅന്ന ഫീ മഅന ശുക്ർ, ഈ ഹംദു ചൊന്തുള്ളത് ಐತಿಕರೆ ശുക്റിനെ കാട്ടി അർത്ഥവ്യാപ്തി ഉള്ളത്. കാരണം ഈ ശുക്ർ ചൊന്തുള്ളത് അൽഹംദു ചൊല്ലുമ്പോൾ അത് ഉൾപ്പെട്ടത്. ശുക്റും സനാഉം രണ്ടും ഉണ്ടല്ലേ. അപ്പൊ അൽഹംദുലില്ലാഹ് ചൊല്ലുമ്പോൾ അതുൾക്ക് എന്തുണ്ട്, ശുക്ർ കൂടി ഉണ്ട്. എന്നിട്ട് ചൊല്ലുക മഅനൽ മദ്ഹി, അതേപോലെ മദ്ഹിന്റെ മഅനമുണ്ട് ഹുവ അഅമ്മു മിന ശുക്ർ, ശുക്റിനെ കാട്ടി അർത്ഥവ്യാപ്തി ഉള്ളത് ಐತಿಕರೆ ഹംദു ചൊല്ലുന്നത്. ലിഅന്നൽ ഹംദ, തീർച്ചയായിട്ടും ഹംദ് ചൊല്ലുന്നത് യൂദഉ മൗദിഅ ശുക്ർ, ശുക്ർ ചൊല്ലുന്ന സ്ഥാനത്തിൽ ഹംദ് നമുക്ക് വെക്കുക സാധിക്കറ്. വലാ യൂദഉ ശുക്ർ മൗദിഅൽ ഹംദ്, അങ്ങ ഹംദിന്റെ സ്ഥാനത്ത് ശുക്ർ വെക്കാവറ ഇല്ല. ശുക്ർ ചൊന്തു ನಾನು ഹംദാക്കിയ ചൊന്നിങ്ങ അവറ ആവില്ല ಅಂತ. അതായത് ഇപ്പൊ നങ്ങ് ശുക്രാക്കിയ അത് ನಾನು ഹംദാക്കി ചൊന്തു ചൊല്ലുക അവറ ഇല്ല ಅಂತ. ഇപ്പുറത്ത് ഹംദാക്കിയ അവനക്ക് ചൊല്ല ನಾನು ശുക്രുമാക്കിയ ಅಂತ. അപ്പൊ അതുകൊണ്ട് ഹംദ ಐತಿಕರೆ അൽഹംദുലില്ലാഹ് ചൊല്ലത് ಐತಿಕರೆ അഫ്ളൽ ಐതുല്ലതും യാറ ഇതൈത്തുല്ലത് ശുദ്ധ ಐತಿಕರೆ ഉലമാക്കന്മാർ ഏർപ്പാട്ടുമ്പോ ഇതിൽ ഞങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണ ഒരു വിഷയം ಐತಿಕರೆ. അപ്പൊ ഇത് ಐತಿಕರೆ ഹംദമായിട്ട് ഒന്നുകൂടി ആഡാക്കണ വിഷയുന്നത് അത് പ്രത്യേകമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കണ വിഷയം ಐತಿಕರೆ. അതൊരൊട്ടിಗೆ ഹംദിന്റെ വിഷയത്തിൽ അവസാനമായിട്ട് രണ്ട് പൽക്കശന്തു, അതിൽ പിന്നെ ബാക്കി നമുക്ക് പോവാം. സൂറത്തുൽ ഫാത്തിഹത്തെ അൽഹംദുലില്ലാഹ് ധാരാളമായിട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചതല്ല. അതിങ്ങ ചില വിഷയങ്ങൾ കിട്ടുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണായത് കൊണ്ടു മാത്രം ഇവിടെ അരിപ്പാട്ടത്. അവസാനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഈ അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ ചൊല്ലുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ള സന്ദർഭത്തിൽ കാണാം. ഏത് ಐತಿಕರೆ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസാബഹു മാ യുസിറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കൊസിപ്പെടുത്തുന്ന ഒരു വിഷയം നബിയുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ, ഇത് നബിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കൊസിന വിഷയം ഉണ്ടായെങ്കിൽ ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നയിന്തു അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്, എല്ലാ നല്ലതും പൂർത്തിയാവരെ, എല്ലാ നല്ലതും പൂർത്തിയാവരെ, എല്ലാ നല്ലതൈത്തുൽ നിഅമത്തൈത്തുൽ ഏതെല്ലാം ഉണ്ടാ എല്ലാം പൂർത്തിയാവരെ, അത് അൽഹംദുലില്ലാഹ് അല്ലാഹ്, അത് അൽഹംദുലില്ലാഹ് ചൊല്ലുന്ന രൂപത്തിൽ, അതായത് അൽഹംദുലില്ലാഹി അല്ലദീ അല്ലാഹു ಐತಿಕರೆ സർവസ്തുതിയും ബിനിഅമതിഹി അവന്റെ നിഅമത്ത് കൊണ്ട് ಐತಿಕರೆ തതിമ്മു സ്വാലിഹാത്ത് എല്ലാ നല്ലതും പൂർത്തിയാവരെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊസിയ എന്തായെങ്കിൽ അപ്പം എടുത്തത് അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. ഇനി വഇദാ അസാബഹു ഖിലാഫ ദാലിക്, അതിര അല്ലാത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടായ എന്തെങ്കിൽ ലറർ, എന്തെങ്കിലും ഉപദ്രവ പോലെ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ ബേജാർ ഉണ്ടായെങ്കിൽ, അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊന്നേ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ രണ്ട് സന്ദർഭത്തിൽ ഹംദ്. അപ്പൊ ഞങ്ങ എന്തെങ്കിലും ഒരു മജ്ബൂറായിട്ടുള്ള പ്രയാസത്തുള്ള ആരെയും കേട്ടെങ്കിൽ ನಾನು ചുമ്മ ദുഃഖത്തുള്ള അങ്ങനെയുള്ള ഇങ്ങനെയുള്ള മജ്ബൂറായിട്ടില്ല അങ്ങനെ ഒന്നും ചൊല്ലണ്ട. നമുക്ക് ചൊല്ലുകൊല്ലത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ സന്ദർഭത്തിലും അല്ലാഹു ಐತಿಕರೆ സർവസ്തുതി. കാരണം അള്ളാഹുക്ക് മടുക്കരുത് നന്റെ ഈ പരിസ്ഥിതി ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പരീക്ഷണായിട്ട് ആക്കിയത് ಐತಿಕರೆ, ಅದಕ್ಕೆ ನಾನು എന്താവണം അള്ളാഹുക്ക് സ്തുതിക്കണവണാവണം. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ചൊല്ലുകൊല്ലത് അൽഹംദുലില്ലാഹി അല്ലദീ തതിമ്മു സ്വാലിഹാത്ത് ചൊല്ലുന്ന ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്, നല്ലത് നിങ്ങൾക്ക് കിട്ടിയെന്തായെങ്കിൽ. ഇനി എന്തെങ്കിലും പ്രോബ്ലമാ ബേജാറ എന്തെങ്കിലും മജ്ബൂരിയത്ത് ഉണ്ടായ സന്ദർഭത്തിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ ഇതിനെ ബൈഹാട്ടാക്കി വെക്കണം. ഇതിനെ ബൈഹാട്ടാക്കി മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ ഒരു നിലപാടെടുക്കുക സാധ്യത മനസ്സിലാക്കുക. ഇത് ಐತಿಕರೆ പ്രത്യേകമായിട്ടും ഹംദുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുന്ന വിഷയം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹുവിന്റെ എല്ലാ നിഅമ നിർദ്ദേശനത്തെ എല്ലാ നിയമ നിർദ്ദേശത്തെ എല്ലാ സന്ദർഭത്തിലും പാലിച്ച് ജീവിക്കുക തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. കൂടെ കൂടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തൊട്ടിക കൂടെ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ نبينا محمد سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.